Hi all, welcome you all to Econometrica. I am Kavya. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ റെസിപ്രോക്കൽ ടാരിഫ് തന്നെയാണ് അല്ലെ. അതായത് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങൾ ചുമത്തുന്ന ഹൈ ടാരിഫിന്റെ മുകളിലുള്ള റെസിപ്രോക്കൽ ടാരിഫ് റേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 2 കൂടി ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ട് ടു US എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ മെഷീനറിയുടെ മേഖലയിൽ $7.6 ബില്യൺ ആണ്. ഇനി പ്രിഷ്യസ് സ്റ്റോൺസ് ആൻഡ് മെറ്റൽസിന്റെ മേഖലയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് 6.3 ബില്യൺ ആണ് വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽസിന്റെ മുകളിലേക്ക് കടന്നാൽ $5.9 ബില്യൺ ആണ് വരുന്നത്. ഇനി ഇന്ത്യയിലെ ടോട്ടൽ ഇമ്പോർട്ട് US നിന്നുമുള്ള ടോട്ടൽ ഇമ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ മിനറൽ ഫ്യൂവൽസ് ആൻഡ് ഓയിലിന്റെ മേഖലയിൽ $9.9 ബില്യൺ ആണ്. പ്രിഷ്യസ് സ്റ്റോൺസ് അല്ലെങ്കിൽ മെറ്റൽസിന്റെ മേഖലയിൽ $3.2 ബില്യൺ ആണ് വരുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് ബോയിലേഴ്സിന്റെ മേഖലയിൽ $2.8 ബില്യൺ ആണ് ബേസിക്കലി വരുന്നത്. എന്തിനാണ് ഇങ്ങനെ അമേരിക്ക ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ പോലെയുള്ള മറ്റു രാജ്യങ്ങള് ഹൈ എമൗണ്ട് ഓഫ് ഇമ്പോർട്ട് ടാരിഫുകളാണ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കമോഡിറ്റീസിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്, ഇൻകർ ചെയ്യുന്നത്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ ആണെങ്കിൽ ഓട്ടോ ടാരിഫ്സ് എന്ന് പറയുന്നത് ഏകദേശം 100% ബേസിക്കലി ഇൻകർ ചെയ്യുന്നത്. ട്രേഡ് ഇംബാലൻസ് എന്ന് പറയുന്നത് ഇതുമൂലം കാരണമാകുന്നുണ്ട്. അതായത് ഇപ്പൊ ചൈനയൊക്കെ ആയിട്ടുള്ള അമേരിക്കയുടെ റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റുകൾ എന്ന് പറയുന്നത് തന്മൂലം കാരണം ആകുന്നുണ്ട്. അപ്പൊ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫെയർ ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രേഡിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പൊ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഒരു ട്രേഡ് ഇംബാലൻസസിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു റെസിപ്രോക്കൽ ടാരിഫ് മെക്കാനിസത്തിലേക്ക് ബേസിക്കലി അവര് പോസ്റ്റുലേറ്റ് ചെയ്തത്. അടുത്തത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ഇപ്പൊ ചൈനയിൽ നിന്നൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഹൈ ടാരിഫ്സ് ഇൻകർ ചെയ്യുന്ന സമയത്ത് അത് US ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി മാനുഫാക്ചറിങ് അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീസിനെയാണ് ഇങ്ങനെയുള്ള ഇമ്പാക്ട് കോസ് ചെയ്യുന്നത്. സോ നമ്മുടെ അതായത് US മാർക്കറ്റില് ഇത്തരത്തിലുള്ള മാനുഫാക്ചറിങ് ആസ് വെൽ ആസ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യമാണ്. അപ്പൊ ഇവിടെ ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള മാനർ ആണ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എന്നുള്ള ഒരു രീതിയിലുള്ള കൺസെഷനും കൊടുക്കാതെ തന്നെയാണ് US ഈ ഒരു പോളിസി ഫ്രെയിംവർക്കിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. ഇവിടെ ബേസിക് ആയിട്ട് ഉള്ള മെഷേഴ്സ് അല്ലെങ്കിൽ പല ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പല ഫാക്ടേഴ്സ് ഇതിനെ ഗവേൺ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഹൈ ടാരിഫ് ഇമ്പോർട്ട് ബൈ ഇന്ത്യ ഓൺ US ഗുഡ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ US മോട്ടോർ സൈക്കിൾസ് ലൈക്ക് ഹാർലി ഡേവിഡ്സൺ മോളിലൊക്കെ 100% ഇമ്പോർട്ട് ഡ്യൂട്ടി ആണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രേഡ് ഇംബാലൻസസ് എന്ന് പറയുന്നതും ബേസിക്കലി ഇതിനൊരു കാരണമാണ്. മാർക്കറ്റ് ആക്സസ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് US ക്ലെയിം ചെയ്യുന്നത് ഇന്ത്യ ഒരു നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് മെക്കാനിസം എന്ന് പറയുന്നത് ഇന്ത്യ അതേർ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ US അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇപ്പം ഡയറി ഫേസ് മേഖലയിലൊക്കെ ആണെങ്കിൽ ഡയറിയുടെ മേഖല അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ഷന്റെ മേഖലയിലൊക്കെ ആണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റെഗുലേഷൻസ് ആണ് നമ്മൾ അവിടെ ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ റിറ്റാലിയേഷൻ അഗെയിൻസ്റ്റ് US ടാരിഫ് പോളിസീസ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്. ഇവിടെ ഇന്ത്യൻ സ്റ്റീൽസിന്റെ മുകളില് ടാരിഫ് അതായത് ഏകദേശം ഒരു 25% ടാരിഫ് റേസ് ചെയ്യുകയും അലൂമിനിയത്തിന്റെ മുകളിൽ 10% ടാരിഫ് ഇൻകർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ബേസിക്കലി എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്ട് തന്നെ നമ്മുടെ മാർക്കറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് കാരണം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്ന സമയത്ത് ഗ്ലോബൽ ട്രേഡ് വാർസ് എന്ന് പറയുന്നത് ഇവിടെ വളരെ വലിയ രീതിയിൽ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കൺസ്യൂമർ ആസ് വെൽ ആസ് ബിസിനസ് സെക്ടർ മേഖലകളിൽ
കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ US ടാരിഫ് ഓൺ ചൈനീസ് ഇലക്ട്രോണിക്സ് നമ്മൾ ഏർപ്പാടാക്കിയ സമയത്ത് എന്ത് സംഭവിച്ചു? അമേരിക്കൻ കമ്പനീസ് ലൈക്ക് ആപ്പിളിന്റെ മുകളിലൊക്കെ നമ്മൾ കോസ്റ്റ് വളരെയധികം ഓഗ്മെന്റഡ് ആയിട്ട് നമ്മൾ കണ്ടായിരുന്നു. ഇനി ഇന്ത്യയിൽ ഇത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വൈഡൻ ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഹയർ ആയിട്ടുള്ള US ടാരിഫ് ഇന്ത്യൻ എക്സ്പോർട്സിന്റെ മേഖലയിൽ ഇൻകർ ചെയ്യുന്ന സമയത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ്സ് എന്ന് പറയുന്നത് കുറയുകയും അതേപോലെ എക്സ്പോർട്ട് റവന്യൂ എന്ന് പറയുന്നത് കുറയുകയും ഇമ്പോർട്ടിന്റെ കോസ്റ്റ്, നമുക്കൊരു കമോഡിറ്റി മാനുഫാക്ചർ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇൻക്രീസ്ഡ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡിപ്രിഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ 2018 കണ്ടതാണ് അല്ലെ, അതായത് US ടാരിഫ് ആൻഡ് ഇന്ത്യാസ് റൈസിംഗ് ഓയിൽ ഇമ്പോർട്ട് ബില്ല് വന്നതിന് ശേഷം റുപ്പി എന്ന് പറയുന്നത് ₹74 per US ഡോളർ ആയിട്ട് വരികയും ഇൻഫ്ലേഷനിലേക്ക് അത് റിസൾട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്തത് എക്സ്പോർട്ട് കോമ്പറ്റേറ്റീവ്നെസ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. കാരണം ഇന്ത്യൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറും. സോ ആസ് എ റിസൾട്ട് നമുക്ക് ആ ഒരു മാർക്കറ്റിൽ എത്രത്തോളം ഗവേൺ ചെയ്യാനായി പറ്റും എന്നുള്ളതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഇന്ത്യൻ സ്റ്റീൽ ആണെങ്കിൽ 25%, അലൂമിനിയത്തിന് മുകളിലാണെങ്കിൽ 10% നമ്മൾ അവിടെ ഇൻകർ ചെയ്യുന്നത്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽസ്, അതേപോലെ ഓട്ടോ പാർട്സ് ഒക്കെ ആയിരുന്നു നമ്മുടെ മേഖലയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ശരിക്കും നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള ഗവേണിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ബൈലാറ്ററൽ ആയിട്ടുള്ള ട്രേഡ് നെഗോസിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ടാരിഫ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക, ഇല്ലാണ്ടാക്കുക കുറയ്ക്കുക. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽസ് ആൻഡ് ടെക്നോളജി മേഖലയ്ക്ക് കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ട് മുന്നോട്ടേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഓഫർ ചെയ്യുക. എക്സ്പോർട്ട് മാർക്കറ്റ്സിനെ നമുക്ക് കൂടുതലായിട്ട്, അതായത് നമുക്ക് ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുതലായിട്ടുള്ള ഏരിയകള് ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതും നമ്മൾ എന്ത് ചെയ്യുക? ഇൻകർ ചെയ്യുക. അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഒരു സം എക്സ്റ്റെന്റ് വരെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത്, കാരണം വളരെ ക്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഓൾ എക്സ്റ്റെന്റിൽ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ചൈനയുടെ കേസിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ, ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഫെബ്രുവരിയിൽ 10% ആ ഒരു റെസിപ്രോക്കൽ അല്ലെങ്കിൽ തീരുവ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അത് മാർച്ച് മാസത്തിലേക്ക് കടന്നപ്പോൾ 20% അത് വർധനവ് വന്നത്. കൽക്കരി അതുപോലെ തന്നെ LNG ഏരിയയിൽ അത് 15% വർദ്ധിച്ചു. US ചിക്കൻ, ഗോതമ്പ്, ചോളം, പരുത്തി, സോയാബീന്, പോർക്ക്, ബീഫ്, മത്സ്യ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി, പഴങ്ങൾ, ക്ഷീര ഉൽപ്പന്നങ്ങളുടെ മേല് അത് 10% തീരുവയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ടെസ്ലയുടെ ഇലക്ട്രിക് ട്രക്കിന്റെ മുകളിൽ 10% തീരുവയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ മുകളിലും എന്ത് വന്നിട്ടുണ്ട്? ഇങ്ങനെ ഒരു ഇൻകറൻസ് വന്നിട്ടുണ്ട്. കാനഡ, മെക്സിക്കോയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും ഏകദേശം 25% തീരുവ ഏർപ്പാടാക്കാനായിട്ടാണ് തീരുമാനമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനിലൊക്കെ വളരെ ഇമ്പാക്ട് തന്നെയാണ് കോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ യൂറോപ്യൻ യൂണിയനിലാണെങ്കിൽ നമ്മൾ കാറുകൾ അടക്കം യൂറോപ്യൻ യൂണിയനിലെ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. സ്റ്റീല്, അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കും 25% തീരുവയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഏത് രാജ്യത്തു നിന്നും US-ലേക്ക് സ്റ്റീൽ, അലൂമിനിയം മുതലായിട്ടുള്ളവ വരികയാണെങ്കിൽ അവയെല്ലാം 25% തന്നെയാണ് തീരുവ വരുന്നത്. കാർഷിക മേഖല അതുപോലെ മാംസ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ 32.37%, ഓട്ടോമൊബൈൽ മേഖലയിൽ 23.10%, വജ്രം, സ്വർണം മേഖലയിൽ 13.32%, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ 8.63%, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ 7.24%, മെഡിക്കൽ, ലെതർ, പേപ്പർ ഗ്ലാസ് മേഖലയിൽ 6.91%വുമാണ് ഇവിടെ ചുമത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നാണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് വരുന്നത്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദിസ്. അപ്പൊ ഇനി നമ്മളുടെ ചാനലിൽ എന്നും സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസസ് മോർണിംഗ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ടു എക്കണോമെട്രിക്ക. താങ്ക് യു ഓൾ.